ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും പരമാത്മാവിൻ്റെ കൃപയും എല്ലാ സുഖവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്ത്. അവസാനം ഭാഗവതം വായിച്ച അപ്പോൾ കമൻസ് ചെയ്ത മക്കളുടെ പേര്, കാരണം ഇടയ്ക്കിടയ്ക്ക് വേറെ ഭാഗവതം ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന മക്കൾ കമൻസ് ചെയ്യാറുണ്ട്. അത് ഇതിൽ വരത്തില്ല. ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട്, പക്ഷേ അത് പിന്നെ അതങ്ങ് മാറിപ്പോകും. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇട്ട കമൻസ് ജഗദമ്മ, വത്സല ചെല്ലപ്പൻ, രുക്മിണി മോഹൻ, രാധാ ശിവാനന്ദൻ, ശ്രീല, ഗീതാ നായർ, ബിജി ബിജു, നിർമ്മല രമേശ്, പ്രസന്ന, ഇങ്ങനെ മക്കൾ എല്ലാവരും ഉണ്ട്. ഇനി അനേക മക്കളുണ്ട്. എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. പേര് തന്ന മക്കളുടെ കമൻസുകളെല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഭഗവാനെ സ്തുതിക്കാം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യ എൻ്റെ ഭഗവാനെ, ഗുരുവായൂരപ്പ, അങ്ങയുടെ ദിവ്യരൂപം അത് നമുക്ക് വായിക്കാം. എനിക്ക് അതിൻ്റെ മേലോട്ട് പോകുന്ന ഭാഗം അനുപല്ലവിലൊന്നും എനിക്ക് പോകത്തില്ല. ഇപ്പം അവിടോട്ട് ചെന്ന് എത്തപ്പിടിക്കത്തില്ല. എന്നാലും എനിക്ക് ഒക്കുന്നത് അത്രയും ഒപ്പിക്കുക, അത്ര തന്നെ. എനിക്ക് അത് വലിയ ഇഷ്ടമുള്ളൊരു നാമമാണ്. അതുകൊണ്ടാണ് എനിക്ക് അത്ര കിട്ടിയപ്പോൾ ഞാൻ എഴുതിയെടുത്തതായത്. ഈ മൊബൈലിൽ കൂടെ വന്നപ്പോൾ കേട്ടപ്പോൾ നമുക്കത് ചൊല്ലാം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാനോർത്തു പോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാൻ ഓർത്തു പോകും. ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ അവിടത്തെ, ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ അവിടത്തെ തിരുമുടി കൺമുന്നിൽ മിന്നിമായും. തിരുമുടി കൺമുന്നിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും
കാണാതെ വൈ എൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയൻ്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ, അടിയൻ്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. നമുക്ക് മുരുകസ്തുതിയും കൂടെ ചൊല്ലാം. ഷഷ്ടിയെ നോക്ക ശരവണ ഭവനാർ ശിഷ്ടർക്കുതവും ശങ്കതിർവേലോൻ പാദമിരണ്ടിൽ പന്മണി സതങ്കൈ ഗീതം പാട കിങ്കിണിയാട. ഷഷ്ടിയെ നോക്ക ശരവണ ഭവനാർ ശിഷ്ടർ കുതവും ശങ്കതിർവേലോൻ പാദമിരണ്ടിൽ പന്മണി സതങ്കൈ ഗീതം പാടാ കിങ്കിണിയാട. മയ്യനടനം செய்யும் மயில் வாகனார் கையில் வேளாளனை காக்க வைந்திரவந்து வர வர வேலாயுதனார் வருக 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 മയിലോൻ വരുക. ഇന്ദിരൻ മുതലായി എണ്ടിശை പോറ്റ മന്ദിര വടിവേൽ വരുക വരുക. വാസവൻ വരുക മയിലോൻ വരുക 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 മയിലോൻ വരുക. ഷഷ്ടിയെ നോക്ക ശരവണ ഭവനാർ ശിഷ്ടർക്കുതവും ശങ്കതിർവേലോൻ പാദമിരണ്ടിൽ പന്മണി സതങ്കൈ ഗീതം പാടാ കിങ്കിണിയാട. ഷഷ്ടിയെ നോക്ക ശരവണ ഭവനാർ ശിഷ്ടർക്കുതവും ശങ്കതിർവേലോൻ പാദമിരണ്ടിൽ പന്മണി സതങ്കൈ ഗീതം പാടാ കിങ്കിണിയാട. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഭഗവാന്റെ കഥ, അതായത് പരീക്ഷിത് മഹാരാജാവ് സുഖമഹാനോട് ചോദിച്ചു, എന്താ ഈ ഭഗവാൻ നിർമ്മിച്ച കുട്ടികളും പശുക്കളും എല്ലാം ഗോഷ്ടങ്ങളിൽ അവരുടെ തൊഴുത്തിലൊക്കെ ചെല്ലുമ്പോൾ, ഈ കുട്ടികളൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും എത്രത്തോളം സന്തോഷം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന്. അപ്പോൾ ഭഗവാൻ എന്താ പറയാ, അതിലെല്ലാം ആരാ വസിക്കുന്നേ? ഈശ്വരനല്ലേ. അപ്പോൾ ബഹുസ്നേഹവാത്സല്യം ചേർന്ന് നിൽപ്പിത് ആത്മാവ ജഗൽപാലകൻ നാരായണൻ ചിൽപ്പുമാൻ കൃഷ്ണൻ തന്നെ സർവേഷാം കില്ലില്ലേതും, എല്ലാത്തിലും പരമാത്മാവാണ് അതിൽ വസിച്ചത്. ആ പരമാത്മാവ് താൻ തന്നെ കൃത്രിമങ്ങളായി നിശേഷം ചമഞ്ഞതെന്നാൽ സ്നേഹമുണ്ടാമല്ലോ. അപ്പോൾ അവിടെയുള്ള എല്ലാ പശുക്കളിലും അവിടെയുള്ള കുട്ടികളിലും എല്ലാം ഒരു സംശയവുമില്ല, ഭഗവാൻ തന്നെയാണ് അതിലെല്ലാം വസിച്ചത്. അതുകൊണ്ട് നിശേഷം ചമഞ്ഞ്, എന്നാൽ അത് അല്പം പോലും വേറൊരു
ഈശ്വരനല്ലാതെ കൃഷ്ണനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് സ്നേഹമുണ്ടാമല്ലോ. വിശ്വേശ മഹാമായയ്ക്ക് എന്തരുതാതെയുള്ളൂ. ഭഗവാന്റെ മായ കൊണ്ട് എന്താ ഒക്കാത്തത്? അതാണ് ഇവിടെ പറയുന്നത്. നിർഗുണൻ മായാജഗത്ത് ഉൾക്കമലത്തിൽ ചേർത്ത് സൽഗുണ അനുസരിച്ച് അഖിലാത്മക സ്വതാവിത്തായ ജഗന്മയൻ തൽപദാംബുജൻ ചേർന്ന് സത്താമാത്രകം ഭജിച്ചിടുകിൽ. ഇങ്ങനെ നിർഗുണൻ മായാജഗത്ത്, പരമാത്മാവായ ഭഗവാൻ കൃഷ്ണൻ നിർഗുണനാണ്. എന്നാൽ ഇവിടെ അവതരിച്ചത് കൊണ്ടാണ് ഭഗവാൻ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഈശ്വരൻ യഥാർത്ഥ ഭഗവാൻ നിർഗുണനാണ്. അത് മായാജഗത്ത്, ഈ ജഗം മൊത്തവും ജഗത്തെല്ലാം ഭഗവാന്റെ മായയാണ്. അത് ഉൾക്കമലത്തിൽ ചേർത്ത് സൽഗുണം, അങ്ങനെ അത് നമ്മുടെ എല്ലാം ഉള്ളിൽ ചേർത്ത് വെച്ച് സൽഗുണം അനുസരിച്ച് അഖിലാത്മക സ്വതാവിത്തായ ജഗന്മയൻ തൽപദാംബുജൻ ചേർന്ന് സത്താമാത്രകം ഭജിച്ചിടുകിൽ. അങ്ങനെയുള്ള ഭഗവാനെ നമ്മളെ ഉൾക്കമലത്തിൽ ചേർത്ത് വെച്ച് ഭജിച്ചാൽ നമ്മൾ അങ്ങനെ സത്താമാത്രകം ഭജിച്ചിടുകിൽ അവനപ്പോൾ ആരായിരുന്നാലും അവർക്ക് എന്ത് കിട്ടും? ചെറ്റും വൈഷമ്യം എന്നേ വൻപഴും ഭവ അമ്പുധി കറ്റുകാൽ കുളമ്പിന് തുല്യമായി കടന്നിടാം. ഒരു വിഷമവും കൂടാതെ വൻപഴും ഭവ അമ്പുധി, അത്രത്തോളം ഘോരമായിരിക്കുന്ന ഈ ദുരിതാബ്ധിയിൽ നിന്ന് കറ്റുകാൽ കുളമ്പ്, പിഞ്ചു കുഞ്ഞ് പശുക്കുട്ടിയുടെ കുളമ്പ് പോലെ തുല്യമായി നമുക്ക് കടന്നിടാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടം കരകയറാം. ഈ ദുഃഖസാഗരത്തിൽ നിന്ന് നമുക്ക് ഒരു പശുക്കുഞ്ഞിൻ്റെ കുളമ്പ് എങ്ങനെയാ അത് മാറിപ്പോയി വൃത്തിയാകുന്നത്? അത് തന്നെത്താനേ അതിനകത്തിരിക്കുന്ന ഇളവി പോകുന്നത് പോലെ, എന്നിട്ടത് ശുദ്ധമായി തീരുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ പാപങ്ങളെല്ലാം തനിയെ അങ്ങ് എന്താ ഭഗവാനായിട്ടിരുന്ന ഈശ്വരൻ നമ്മൾ അർപ്പിച്ചാൽ, നമ്മുടെ ഹൃദയത്തെ ഉള്ളിലാക്കിയാൽ, ഉൾക്കമലത്തിൽ ചേർത്ത് നിർത്തിയാൽ, അങ്ങനെ ഭഗവാനെ തന്നെ എപ്പോഴും ശ്രദ്ധാപൂർവം പരമാത്മാവിൽ ലയിച്ച് കഴിയുമ്പോൾ ഒരു വിഷമവും ഇല്ലാതെ, ചെറ്റും വൈഷമ്യമില്ലാതെ, ഒരു വിഷമവും കൂടാതെ അധികമായിരിക്കുന്ന ഈ ഒരു ദുരിതാബ്ധിയിൽ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് കറ്റുകാൽ കുളമ്പിന് തുല്യമായി കടന്നിടാൻ അതുപോലെ നമുക്ക് മാറിക്കിട്ടും. സർവ്വ ദുരിതങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ട് നമുക്ക് ഈശ്വരങ്ങളിലേക്ക് പ്രാപിക്കാനുള്ള സർവ്വ യോഗ്യനായി തീരും. സ്വപ്നത്തിൽ പോലും വിഷ്ണു ഭക്തിയില്ലാഞ്ഞാൽ അവൻ എപ്പോഴും സംസാരവാരാനിധവും കിടന്ന് ഏറ്റം ദുഃഖിച്ചു വലഞ്ഞിടും. തത്തീരമണയാതെ, തീരമണയത്തില്ല, തത്തീരം സമുദ്രം, ഈ ദുരിതാബ്ധിയാകുന്ന ഈ ലോകത്തിൽ നിന്ന് തീരം അണയത്തില്ല. ഇതൊരു സമുദ്രം പോലെ ഉപമിച്ചേക്കുന്ന ഈ ലോകത്തെ ദുരിതമാകുന്ന സമുദ്രത്തിന്റെ തീരത്ത് കരകയറാൻ പറ്റാതെയാകന്ത സ്വപ്നത്തിൽ പോലും വിഷ്ണു ഭക്തി ഇല്ലാഞ്ഞാൽ, ഒരു പുരുഷനോ പുരുഷിയോ അതായത് സ്ത്രീയോ ഭഗവാനിൽ ഭക്തി ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് വരും? സംസാരവാരാനിധോ, ഈ ദുരിതാബ്ധിയാകുന്ന സമുദ്രത്തിൽ കിടന്ന് ഏറ്റവും ദുഃഖിച്ചു വലഞ്ഞിട്ട് ഒരിക്കലും കരകയറാൻ പറ്റാതെ അങ്ങനെ കഴിഞ്ഞു പോകും. തത്തീരം അണയാതെ പോകും. ദുഷ്കർമ്മവശാൽ ആത്മാനുഗ്രഹമില്ലായകയാൽ, നമ്മുടെ ദുഷ്കർമ്മം കൊണ്ടാണ് അതുണ്ടാവാത്തത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വേണ്ടാത്തതാണ്, ദുഷ്കർമ്മങ്ങളാണ്. നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ ദുഷ്കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നു. ഈശ്വരനെ അറിയുന്നതുമില്ല, വിഷ്ണു ഭക്തിയും ഉള്ളിലില്ല. അപ്പോഴെന്ത് വരും? ഈ ദുരിതമാകുന്ന ഈ സാഗരത്തിൽ നിന്ന്, ഈ സമുദ്രത്തിൽ നിന്ന് നമുക്ക് തീരം അതായത് കരകയറാം, തീരത്തെത്തത്തില്ല, കടലിൽ തന്നെ മുങ്ങിപ്പൊങ്ങി കിടക്കും, മരണം വരെയും കിടന്ന് കഷ്ടപ്പെടും. ഒരിക്കലും കരകയറാൻ പറ്റാതെ വണ്ണെന്ന് പലരും നമ്മൾ പറഞ്ഞു കേട്ടില്ല. ഒരിക്കലും ഒരു ഗതിയില്ല, ഒരിക്കലും ജനിച്ച നാൾ തൊട്ടേ ദുഃഖം തന്നെ, ദുരിതം തന്നെ എന്ന് പറഞ്ഞ് പലരും നമ്മൾ കേട്ടില്ല. എന്താ കാരണം? ദുഷ്കർമ്മവശാൽ, കഴിഞ്ഞ ജന്മങ്ങൾ ചെയ്ത ദുഷ്കർമ്മം കൊണ്ട്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അതും ഫലേച്ഛ കൂടാതെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് ദുഃഖമായി, അതായത് നല്ല പ്രവൃത്തിയായാലും അല്ലാത്ത പ്രവൃത്തിയായാലും ഈശ്വരനെ സമർപ്പിച്ച് എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുവാണെങ്കിലോ ഒന്നും നമുക്ക് അത് കർമ്മഫലവും വേണ്ട. അതൊരു ഭക്തൻ അങ്ങനെ ആയിത്തീരുക. അപ്പോൾ അതുകൊണ്ട് എന്ത് വരുന്നത്? ദുഷ്കർമ്മവശാൽ ആത്മാ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ദുരിതാബ്ധിയിൽ നിന്ന് കരകയറാൻ പറ്റാതെ പോകുന്നത്. സർവാത്മാവായ ഭഗവത് പാദാംബുജ ഉള്ളിൽ ഗർവങ്ങൾ അകന്നൊരു നാൾ ഒരു നേരം പോലും സർവസംഗങ്ങൾ ഒഴിഞ്ഞ് ആത്മനെ ചിന്തിക്കിലോ സർവസങ്കടം തീരും, സംശയം ഉണ്ടാകേണ്ട. അപ്പോൾ സർവാത്മാവായ ഭഗവാന്റെ പാദാംബുജം നമ്മുടെ ഉള്ളിൽ ഗർവങ്ങളെല്ലാം പോക്കിയിട്ട് ഒരഹങ്കാരമില്ലാതെ
വിനയത്തോടും ഭവ്യതയോടും അത്രത്തോളം ഭക്തിയോടും എന്താ പറയുക അതിന് അത്രത്തോളം ഭഗവാനുള്ള സ്നേഹവും ഭക്തിയും ഒക്കെ കണ്ട് അങ്ങനെ പോകുമ്പോൾ ഗർവങ്ങളൊന്നും നമുക്കുണ്ടാകത്തില്ല. അഹങ്കാരം കൂടാതെ ഗർവങ്ങൾ അകന്ന് ഒരു നാൾ ഒരു നേരമെങ്കിലും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും സർവ്വസംഘങ്ങൾ ഒഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു ഗൃഹസ്ഥയിൽ കഴിയുമ്പോൾ മക്കളും കുട്ടികളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പരമാത്മാവിനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ സംഘങ്ങളൊന്നും നമ്മുടെ ഉള്ളിൽ വരണ്ട. പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനുള്ള ചിന്ത മാത്രം മതി. സർവ്വസംഘങ്ങൾ ആ സമയം ഒഴിച്ചു വയ്ക്കണം. അപ്പോഴെല്ലാം മറ്റ് ചിന്തകളായിട്ട് പോയാൽ നമ്മൾ ആ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഫലവുമില്ല. വെറുതെ സമയം മെനക്കെടുത്താന്നല്ലാതെ ദുരിതാബ്ധിയിൽ നിന്ന് കരകയറാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ദുരിതാബ്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന 5 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും അരമണിക്കൂറായാലും നമ്മൾ ഭഗവാനോട് ചേർന്നിരിക്കുമ്പോൾ ഭഗവാൻ മാത്രം മതി ഉള്ളിൽ. ഈ പുറമേയുള്ള ചിന്തകളൊക്കെ തള്ളിക്കളഞ്ഞിട്ട് വേണം, ഒഴിച്ചു മാറ്റി വച്ചിട്ട് വേണം നമുക്ക് ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാണ് ഗർവങ്ങളെല്ലാം അഹങ്കാരങ്ങളെല്ലാം പോയിട്ട് സർവസംഘങ്ങളെല്ലാം ഒഴിച്ചിട്ട് വേണം ഒരു ദിവസം ഒരു നേരമെങ്കിലും ചിന്തിക്കലോ. എന്ത് വരും? സർവ്വസങ്കടവും തീർന്നിട്ട് ഒരു സംശയവും വേണ്ടെന്നാ പറയും. നമ്മൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ്. ഒടുക്കം എനിക്ക് സമയം പോകുന്നുണ്ട്, പെട്ടെന്ന് നിർത്തും. അതൊന്നുകൂടെ എടുത്ത് പറയുമ്പോൾ മക്കൾക്ക് ഓർമ്മയും കിട്ടും. അതുകൊണ്ടാണ് ഇനി നമുക്ക് കണ്ടു വായിക്കാം. സ്വപ്നത്തിൽ പോലും വിഷ്ണു ഭക്തിയില്ലാഞ്ഞാൽ അവൻ എപ്പോഴും സംസാരവാരാനിധൗ കിടന്ന് ഏറ്റം ദുഃഖിച്ചു വലഞ്ഞിടും തീരം അണയാതെ ദുഷ്കർമ്മവശാൽ ആത്മാ അനുഗ്രഹം ഇല്ലായ്കയാൽ. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ്, വിഷ്ണു ഭക്തി സ്വപ്നത്തിൽ പോലും ഇല്ലാത്തതുകൊണ്ടാണ്. സംഘങ്ങളെല്ലാം ഒഴിഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാനും. സർവാത്മാവായ ഭഗവൽ പദാംബുജ ഉള്ളിൽ ഗർവങ്ങൾ അകന്ന് ഒരു നാള് ഒരു നേരം പോലും സർവസംഘങ്ങൾ ഒഴിഞ്ഞാത്മനി ചിന്തിക്കിലോ സർവസങ്കടം തീരും സംശയം ഉണ്ടാകേണ്ട. സർവലോകേശൻ കൃപയുണ്ടാകിൽ ഒഴിഞ്ഞത് നിർവഹിപ്പതിനെളുതല്ല കേളടോ സഖേ. ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിലോ ഒഴിഞ്ഞത് നിർവഹിപ്പതിനുള്ളതല്ല കേളടോ സഖേ. ഈ വിഷമങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും. സർവനായകൻ പ്രസാദിക്കണം എന്നാകിലോ സർവകർമ്മങ്ങൾ തങ്കൽ സമർപ്പിക്കുകയും വേണം. ഭഗവാന്റെ പ്രസാദം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിക്കണം, ഒരാഗ്രഹവും കൂടാതെ. നമ്മൾ ഭഗവാൻ ഒരു പൂജ ചെയ്യുന്നു, ഭഗവാന് നമ്മൾ പായസം വെച്ച് നിവേദിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു പൊങ്കാല ഇടുന്നു, ഇതൊന്നും നമുക്ക് മറ്റൊരു ചിന്തയിലല്ല. ഇതെല്ലാം ഭഗവാൻ അർപ്പിക്കുന്നു. അതുപോലെ നമ്മൾ അരിയും കറിയും വെക്കുന്നു, അതും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്നു. അതിനും ഫലം വേണ്ട. ഇത് ഇന്നതുപോലെ ചെയ്ത് ഇന്നാർക്ക് കൊടുക്കണം എന്നുള്ള ചിന്തയിലല്ല ചെയ്യേണ്ടത്. നമ്മൾക്ക് ഒക്കുന്ന ചില കർമ്മങ്ങൾ നമ്മൾ ഏറ്റുവെച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ അതുപോലെ ചെയ്ത് തീർക്കുന്നു, അത്രയേ ഉള്ളൂ. അതെങ്ങനെയാണ് അന്നേരം കണ്ടതുപോലെ ആരെങ്കിലും വരുന്നെങ്കിൽ അവർക്ക് കൊടുക്കുക. അത് ഭർത്താവ് വന്നാലും കൊടുക്കാം, ഭാര്യ വന്നാലും കൊടുക്കാം, അല്ലെങ്കിൽ മക്കൾ വന്നാലും കൊടുക്കാം, ആർക്കും കൊടുക്കാം. ഇന്നാർക്കെന്ന് കരുതി ചെയ്യണം. ഇതെല്ലാം ഭഗവാനാണെന്ന് കരുതി ചെയ്യുക. അതാണ് എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്നത്. അതാണ് സർവനായകൻ പ്രസാദിക്കണമെന്നാകിലോ സർവകർമ്മങ്ങൾ ഭഗവാനിൽ സമർപ്പിക്കുകയും വേണം. നമ്മളൊരു ഒരു തൊട്ടി വെള്ളം കോരുന്നതും ഭഗവാനായിട്ട് കോരുന്നു. നമ്മൾ കുളിക്കുമ്പോഴും ഈശ്വരനായി കുളിക്കുന്നു. നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും ഭഗവാനായിട്ട് കഴിക്കുന്നു. എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. അതിനെന്താ വല്ല ജോലിയുണ്ടോ? ഈശ്വരൻ എന്ന് ചിന്തിച്ചാൽ പോരെ. നമുക്ക് മറ്റ് ജോലിക്ക് പോകുമ്പോഴെല്ലാം പരമാത്മാവിൽ സമർപ്പിച്ച് ഇതെല്ലാം ഈശ്വരാർപ്പണമായാണ് ഞാൻ ചെയ്യുന്നത്, ഒരു ഫലവും അപേക്ഷിക്കേണ്ട. എല്ലാം നമുക്ക് ചെയ്യുന്നതിൻ്റെ എല്ലാം ഈശ്വരനാണ് അതിൻ്റെ എല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി അങ്ങ് കൊണ്ടുപോകും. പ്രാർത്ഥനയിലൊന്നും നമ്മുടെ വേവലാതികളൊന്നും തന്നെ പറയേണ്ട. നമ്മുടെ പിതാവായ ഈശ്വരനോട് ഒന്നും തന്നെ ചോദിക്കേണ്ടതായിട്ടില്ല. ഈശ്വരൻ പിതാവും നമ്മൾ മക്കളുമാണോ? നമ്മളൊരു മക്കളാകാൻ, ഒരു ഈശ്വരൻ്റെ കുട്ടികളാവാൻ നമ്മൾ വിചാരിക്കുക. അപ്പോൾ ബാക്കിയെല്ലാം തനിയെ വന്നുകൊള്ളും. അതുകൊണ്ട് ഭഗവാന്റെ പ്രസാദം വേണമെങ്കിൽ ഭഗവാനിൽ തന്നെ കർമ്മങ്ങളെല്ലാം സമർപ്പിക്കുകയും വേണം. ദൈവമേ നാരായണ നിൻ പദാംബുജ ദ്വന്ദ്വം സർവദാ തോന്നിയിടുവാനായി അനുഗ്രഹിക്കമേ. ഇത് ബ്രഹ്മാവ് സ്തുതിക്കുന്നതാ ഭഗവാനോട്. അതുകൊണ്ട് ദൈവമേ, ഭഗവാനെ, നാരായണ നിൻ പദാംബുജദ്വന്ദ്വം, ഭഗവാനെ 2 പാദത്തിലും സർവദാ എപ്പോഴും തോന്നിയിടുവാനായി അനുഗ്രഹിക്കും. അപ്പോൾ എപ്പോഴും ഒരു ദിവസം നമ്മൾ ഏത് സമയത്തും
നമ്മുടെ ഉള്ളിൽ അത് തന്നെ ഉണ്ടാകണം. അപ്പോൾ സർവ്വകർമ്മങ്ങളും ചെയ്യുമ്പോൾ ഈശ്വരനായി ചെയ്യാമല്ലോ. നമ്മൾ മതിമറന്ന് ഈശ്വരൻ നമ്മുടെ ഉള്ളിലില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ്, അതായത് നമ്മുടെ ശരീരം ഞാനാന്ന് കരുതി ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് ഗർവൊക്കെ അങ്ങ് വരും, അഹങ്കാരം ഉണ്ടാവും. അതേസമയം നമ്മൾ എപ്പോഴും ഭഗവാനാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ചിന്തിക്കുക, അപ്പോൾ നമുക്ക് ഗർവം ഉണ്ടാവത്തില്ല, അഹങ്കാരം ഉണ്ടാവത്തില്ല. കാരണം എന്താ, നമ്മളല്ലല്ലോ ഒന്നും ചെയ്യുന്നതല്ല, ഈശ്വരനാണല്ലോ എന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹങ്കാരമൊക്കെ അങ്ങ് വെളിയിൽ അങ്ങ് പോകും. അതല്ല, ഞാൻ ശരീരമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്ന് ഒരുപാട്, അവർക്ക് അറിയത്തില്ല ഞാനെന്ന് പറയുന്നത് ഈശ്വരനാണ്. ആ ഞാനിനെ അങ്ങ് ഉള്ളിൽ വെച്ചിട്ട് ആ ഞാനാണ് എല്ലാം ചെയ്യുന്നത്. ഏത് ഞാൻ? ഈശ്വരനാകുന്ന ഞാൻ. ആ ഞാനാണ് സർവ്വം ചെയ്യുന്നതെന്ന് നമ്മൾ ആ ഞാനിനെ അങ്ങ് സമർപ്പിക്കുക, ആ ഭഗവാനെ അങ്ങ് സമർപ്പിക്കുക. ഇന്ന് അത് ചെയ്യാതെ കണ്ട് അജ്ഞാനികൾ എന്ത് വിചാരിക്കുന്നു? ഞാനെന്നുള്ളത് ഈ ദേഹമാണ്, എൻ്റെ കഴിവാണ്, എൻ്റെ കൈക്ക് നല്ല ആരോഗ്യം ഉള്ളതുകൊണ്ട് ഈ കൈക്കും കാലും ഞാനങ്ങ് കേമനാണ് എന്ന് മൂഢാത്മാക്കൾ ചിന്തിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ദുരിതം ഇവിടെ നിന്നും കരകയറാൻ പറ്റാതെ ഗർവ് കയറി അഹങ്കരിച്ച് ഇങ്ങനെ വിഷമവും വേദനകളും ദുരിതങ്ങളുമായിട്ട് ഒരിക്കലും കരകയറാതെ ഈ കിടന്നു പോകുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്ന വഴിയെ നമ്മൾ പോയാൽ നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകും. അതിന് ഒരു ഉദാഹരണം ഞാൻ തന്നെയാണ്. എനിക്ക് അത് പറയുന്നതിന് യാതൊരു വിഷമവും ഇല്ല. അത് വേറൊരാളുടെ ഉദാഹരണം എനിക്ക് കൊടുക്കണ്ട, ഞാൻ എന്നെ തന്നെ കൊടുക്കാം. അതുകൊണ്ട് ദൈവമേ നാരായണ, നിൻ പദാംബുജത്വം സർവദാ തോന്നിടുവാനായി അനുഗ്രഹിക്കമേ. സർവകൻ ചരിത്രങ്ങൾ ഇത്തരം ഗോപാലക സർവബാലകന്മാരോടൊന്നിച്ചു വൃന്ദാവനെ സർവമംഗലപ്രദേ സർവലീലയാ നിന്നു സർവദാ സർവദാനവകുലനാഥനാം അഘൻ തന്നെ സർവാത്മാവധിച്ചതും സായുജ്യം കൊടുത്തതും. അപ്പോൾ അഹങ്കാരിയായ ദാനവനെ, അതായത് അസുരനെ, അഘനായ ദാനവൻ പെരുമ്പാമ്പായി വന്ന് അഹങ്കരിച്ച് വന്ന് കുട്ടികളെയും ഭഗവാൻ ഉള്ളിലായത് കുട്ടികളെ രക്ഷിക്കാനാണ്. കുഞ്ഞുങ്ങളെല്ലാം അകത്ത് കയറി അവൻ്റെ വായിൽ കൂടെ, അവൻ്റെ വയറ്റിനകത്ത് വലിയൊരു പർവ്വതമായി കിടന്ന് അവൻ്റെ ആ ഉള്ളിൽ കയറി. ഭഗവാനും അകത്ത് കയറിയെങ്കിലല്ലേ കുട്ടികളെ രക്ഷിക്കാൻ പറ്റൂ. ഭഗവാൻ വളർന്ന് വലുതായി അവൻ്റെ വയറൊക്കെ പൊട്ടി കുഞ്ഞുങ്ങളെല്ലാം അതിൽ കൂടെ വെളിയിൽ വന്നു. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ബോധക്കേടൊക്കെ ഉണ്ടായി, ഇതെല്ലാം ഭഗവാൻ എല്ലാവരും രക്ഷിച്ചു. അങ്ങനെയാണ്, അതാണ് പറയുന്നത് ഇവിടെ സർവകൻ ചരിത്രങ്ങൾ, ഭഗവാന്റെ ചരിത്രങ്ങൾ ഗോപാലക സർവബാലകന്മാരോട് ഒന്നിച്ച് വൃന്ദാവനി, ഭഗവാനും ഗോപന്മാരും എല്ലാവരും ഗോക്കളും എല്ലാവരുമായി വൃന്ദാവനത്തിൽ സർവമംഗലപ്രദേ സർവലീലയാ നിന്ന് ഭഗവാന്റെ ലീലകൾ. ഇതൊക്കെ സർവേശ്വരനായ കൃഷ്ണന്റെ ലീലകളാണ്, കളികളാണ്, മായയാണ്. സർവമംഗലപ്രദമായിരിക്കുന്ന ആ നദീതീരത്ത് വൃന്ദാവനത്തിൽ സർവലീലയാ നിന്ന് നാഥനാം അഘൻ, ആ ദാനവകുലച്ച അസുരകുലത്തിലെ അഘൻ തന്നെ സർവാത്മാ ഭഗവാൻ നാരായണൻ വധിച്ചതും സായുജ്യം കൊടുത്ത്, ഭഗവാന്റെ കയ്യാൽ വധിച്ചതുകൊണ്ട് അവന് ആ അഘനായ അസുരന് ഭഗവാൻ സായുജ്യം കൊടുത്തതും സർവ്വദേവകൾ കൂപ്പി പൂമഴ ചൊരിഞ്ഞു. അപ്പോൾ ദേവന്മാരെല്ലാം സന്തോഷത്തിൽ പൂമഴ വർഷിച്ചു, പുഷ്പങ്ങൾ അർച്ചിച്ചു. ഭഗവാൻ ഇത്രയെല്ലാം ചെയ്തപ്പോൾ അവർക്ക് സന്തോഷമായി. അവന് സായുജ്യം കൊടുത്ത് ദേവന്മാരെല്ലാം കൈകൾ കൂപ്പി പൂമഴ ചൊരിഞ്ഞതും ഗോപാലാർഭകന്മാരെ, അവിടെയുള്ള സർവ്വ പശുക്കളും ഗോക്കളെല്ലാവരും ഗോപാലന്മാരും എല്ലാവരും എന്തു വന്നു? ജഗൽ സർവദൃക്ക്, അതായത് പശുക്കളെയും കുട്ടികളെയും സർവദൃക്ക്, അതാരാ? ബ്രഹ്മാവ്. ദൃക്ക് എന്ന് വെച്ചാൽ സൃഷ്ടി, സൃഷ്ടിയായിരിക്കുന്ന സർവത്തെ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവിനെയാണ് സർവദൃക്ക് എന്ന് പറയുന്നത്. അപഹരിച്ചിടുന്ന ഒരളവത് ഭഗവാന്റെ പശുക്കൾ, അതായത് ഈ ഗോക്കളെയും ഗോപന്മാരെയും എല്ലാവരെയും ബ്രഹ്മാവ് മായയാൽ മറച്ചു പിടിച്ചു. അതുകൊണ്ട് സർവദൃക്ക് അപഹരിച്ചിടുന്ന ഒരളവത്. അപ്പോൾ ബ്രഹ്മാവ് ഈ കുഞ്ഞുങ്ങളെ, അതായത് ഗോപികളെയും ഭഗവാൻ ഒഴിച്ച് ബാക്കി എല്ലാ പശുക്കളെയും മൊത്തം അയാൾ മറച്ചു. ഭഗവാൻ മാത്രം ഒറ്റയ്ക്കായി. ഭഗവാൻ പശുക്കളെ നോക്കാൻ പോയ വഴിക്ക് തിരിച്ചു വന്നപ്പോൾ കുട്ടികളെ അങ്ങ് മറച്ചു. അങ്ങനെ അപഹരിച്ച ഒരളവ്, ബ്രഹ്മാവ് എല്ലാത്തിനെയും മറച്ചതിന് അപഹരിക്കെന്ന് പറയുന്നത്, മോട്ടിച്ചെന്ന് പറയാം. അപ്പം സർവദൃക്ക്, അതായത് ബ്രഹ്മാവ് അപഹരിച്ചിടുന്ന ഒരളവ്, അത് സർവവും
മായാവശാൽ താൻ ഉടൻ ശമച്ചു. താൻ ആരാണ്? പരമാത്മാവായ കൃഷ്ണൻ നാരായണൻ ആ പശുക്കളെയും ഗോപിമാരെയും അത് അവിടുത്തെ കുട്ടികളെയും എല്ലാവരെയും ഭഗവാന്റെ മായയാൽ എല്ലാവരെയും ചമച്ചു, നിർമ്മിച്ചതും സർവകാലാത്മാ കാലം ഓരാണ്ട് കഴിച്ചതും ഭഗവാൻ ഈ കുട്ടികളെയും പശുക്കളെയും 1 വർഷക്കാലം കൊണ്ട് നടന്നു. അതാണ് കാലം ഒരാണ്ട് കഴിച്ചു. ആരും അറിഞ്ഞില്ല, വീട്ടുകാരും അറിഞ്ഞില്ല, നാട്ടുകാരും അറിഞ്ഞില്ല, ഭഗവാൻ മാത്രം അറിഞ്ഞു. ഈ ബ്രഹ്മാവ് കുട്ടികളെയും പശുക്കളെയും എല്ലാം മറച്ചു പിടിച്ചു, അപഹരിച്ചു, മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഭഗവാൻ അതിന് ഒറ്റയ്ക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? എന്ത് മറുപടി പറയും? ഗോപാങ്കനമാർ ഈ കുട്ടികളുടെ അമ്മമാരൊക്കെ ചോദിക്കും, കുഞ്ഞുങ്ങളെന്തിയെ പശുക്കളെന്തിയെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയും? അതിന് ഭഗവാൻ, അതുമല്ല അമ്മ കോലെടുത്ത് യശോദാമ്മ അടിക്കും കുട്ടി ഒറ്റയ്ക്ക് ചെന്നാലും. അത് ഭയന്നിട്ട് അവരോട് ഉത്തരം പറയാൻ വയ്യാത്തതുകൊണ്ട് ഭഗവാൻ അന്ന് തന്നെ ഇതെല്ലാം നിർമ്മിച്ചു. എത്ര പശുക്കളുണ്ടോ, ഏത് രൂപമാണോ, ഏത് ഭാവമാണോ, ഏത് സ്വഭാവമാണോ, കുട്ടികളും എല്ലാം അതേ രീതിയിൽ ഭഗവാൻ നിർമ്മിച്ചു. അതുകൊണ്ട് ഭഗവാന്റെ മായാവശാൽ താനുടൻ ചമച്ചതും സർവകാലാത്മാ കാലം ഓരാണ്ട് കഴിച്ചതും ഇതും കൊണ്ട് 1 വർഷക്കാലം ഭഗവാൻ നടന്നു. സർവലോകേശൻ പിന്നെ ഇങ്ങത് കൊടുത്തതും സർവേശനുടെ മായ കണ്ടുതാൻ ഭ്രമിച്ചതും. അപ്പോൾ ഇതെല്ലാം ബ്രഹ്മാവ് തിരിച്ച് മായ മാറ്റി ഭഗവാന് തിരിച്ച് അവിടെ നൽകി. എന്നിട്ടോ ഭഗവാന്റെ മായ കണ്ട് ഭ്രമിച്ചു. ബ്രഹ്മാവ് ഭഗവാന്റെ അത്ഭുത കാഴ്ചകൾ, കാരണം ഭഗവാൻ നിർമ്മിച്ച എല്ലാം ഭഗവാനാണ്. അതിലെല്ലാം രൂപം മാത്രമേ പശുവും കുട്ടികളും ഉള്ളൂ. അതിലെല്ലാം വസിക്കുന്നതാരാണ്? ഈശ്വരൻ, കണ്ണൻ, കൃഷ്ണനാണ്. ഇത് കണ്ട് ബ്രഹ്മാവ് ഭ്രമിച്ചു, ഉഴന്തോടി ഭ്രമിച്ച് ഒരു ഒരു മരപ്പാവ പോലെ നിന്ന് വിഷമിച്ച് ഒറ്റയ്ക്ക് നിന്ന് ആരോരും തുണയില്ലാതെ ഇങ്ങനെല്ലാം കഷ്ടപ്പെട്ട് അവസാനം സർവാത്മാവിനെ കൂപ്പി സ്തുതിച്ചു വന്ദിച്ചു. അപ്പോൾ ഭഗവാന്റെ മായ കണ്ട് നിർമ്മിച്ചതെല്ലാം കണ്ടപ്പോൾ അദ്ദേഹം ഭഗവാനെ ആശ്രയമായി ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. സർവാത്മാവിനെ, ഭഗവാൻ കണ്ണനെ കൂപ്പി സ്തുതിച്ചു വന്ദിച്ചതും സർവ അനുഗ്രഹം ഗ്രഹിച്ച് ആനന്ദം പ്രാപിച്ചു. അങ്ങനെ അർത്ഥത്തോളം ഭജിച്ചപ്പോൾ ഭഗവാന് സന്തോഷമായി. അപ്പോൾ വന്നു? ഭഗവാന്റെ അനുഗ്രഹം ബ്രഹ്മാവിന് കൊടുത്തു, ആനന്ദം പ്രാപിച്ചതും. സർവപാലകൻ കൃഷ്ണൻ സഹകുലത്തോടും സർവഗോകുലത്തോടും സർവഘോഷങ്ങളോടും സർവമോഹനകരമായി വ്രജമകമ്പുക്ക് സർവലോകാനന്ദം ചേർത്തിങ്ങനെ വസിച്ചതും. അങ്ങനെ ഭഗവാൻ ആ ബ്രഹ്മാവിന് അനുഗ്രഹം കൊടുത്തിട്ട് സർവപാലകൻ ഭഗവാൻ കൃഷ്ണൻ, എല്ലാത്തിനെയും പാലിക്കുന്ന കൃഷ്ണൻ സഹകുലത്തോടും ഭഗവാന്റെ ഈ ഗോപിമാരോടൊത്ത് സർവഗോകുലത്തോടും സർവഘോഷത്തോടും ഭഗവാൻ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് ചെന്നല്ലോ. ആ മായയിൽ നിന്നെല്ലാം മാറ്റി ഭഗവാന്റെ നിർമ്മിക്കാത്ത മറ്റ് ബ്രഹ്മാവ് മറച്ചു പിടിച്ച കുഞ്ഞുങ്ങളും പശുക്കളുമായിട്ട് ഭഗവാൻ അവിടെ ഈ ഭഗവാൻ രക്ഷിച്ച സർവപാലകൻ കൃഷ്ണൻ, എല്ലാവരെയും പാലിക്കുന്ന ഭഗവാൻ, നമ്മളെ ഉൾപ്പെടെ സർവത്തിനെയും രക്ഷിക്കുന്ന ഭഗവാൻ സഹകുലത്തോടും ഭഗവാന്റെ കൂട്ടുകാരോടൊത്ത് സർവഗോകുലത്തോടും സർവ പശുക്കളോടും കൂടി സർവഘോഷങ്ങളോടും ആഘോഷത്തോടു കൂടി തന്നെ സർവമോഹനകരമായി വ്രജമകം പൊക്കു. എല്ലാവരും സന്തോഷത്തോടുകൂടി തന്നെ അന്ന് വൈകുന്നേരത്ത് എല്ലാവരും ഒത്ത് ആഘോഷങ്ങളും മേളങ്ങളും ആർപ്പുവിളിയോടുകൂടി തന്നെയാണ് അവർ വീടുകളിലേക്ക് ചെന്നത്. സർവലോക ആനന്ദം ചേർത്ത് ഇങ്ങനെ വസിച്ചതും. ഇതൊക്കെ ബ്രഹ്മാവ് പറഞ്ഞ് സ്തുതിക്കുവാണ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ സർവലോക ആനന്ദം, ലോകർക്കെല്ലാം ആനന്ദം ചേർത്ത് ഇങ്ങനെ വസിച്ചതും. സർവം ഈ കഥാ അമൃതമൊക്കവേ സരസമായി സർവമോഹനകരം. ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ ഈ കഥാമൃതം, ഭഗവാന്റെ ഈ കഥ അമൃതാകുന്ന ഈ കഥ സരസമായി ലളിതമായി സർവമോഹനകരം. ആരാണിത് കേൾക്കുകയും കേൾപ്പിക്കുകയും സർവസംഘങ്ങളൊഴിച്ച് ആത്മനെ ചിന്തിക്കുകയും സർവദാ ചെയ്യുന്നവരേവരും ആരാണോ ഈ കഥ മോഹനകരമായിരിക്കുന്ന ഈ ഭഗവാന്റെ കഥകൾ ആരെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കുകയും എന്നാൽ അത് മറ്റുള്ളവർക്ക് കേൾപ്പിക്കുക. അതാണ് മക്കളെ ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇത് മറ്റുള്ളവർ കൂടി കൊടുക്കണം. ഇതൊക്കെ എല്ലാവരും മാത്രം അവരവർ തന്നെ അങ്ങ് രസിക്കണ്ട, അത് സ്വാർത്ഥതയായി പോകും. ഇത് മറ്റുള്ളവർ കൂടി, നമ്മുടെ മക്കളെയും അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവരോ നമുക്ക് അറിവുള്ളവരോ പരിചയമുള്ളവരോ അവർക്കൊക്കെ ഇങ്ങനെ ഇപ്പം ഈ യൂട്യൂബിൽ കൂടെ ഒക്കെ ഷെയർ ചെയ്തോ എങ്ങനെയെങ്കിലൊക്കെ ഇത് ആർക്കെങ്കിലൊക്കെ എത്തിച്ചു കൊടുത്താൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവും. 100 പേരുടെ നമ്മുടെ ഉദാഹരണം പറയുമ്പോൾ 100 പേരെ കൂടെ കൊടുക്കാൻ നമുക്ക് എളുപ്പമല്ലെന്ന് വരും. നമ്മുടെ ബന്ധത്തിൽപ്പെട്ട അങ്ങനെ പല കൈ മറിയുമ്പോൾ മൊത്തത്തിൽ എല്ലാവരും അറിയുമല്ലോ.
സാധാരണ എൻ്റെ പ്രായമുള്ളവരാണ് കൂടുതൽ ഇത്. അതുകൊണ്ട് അവർക്ക് കമൻസ് ചെയ്യാനോ യൂട്യൂബ് എങ്ങനെ ഇത് എടുക്കണമെന്ന് അറിയാനോ ഒന്നും കഴിവില്ലാത്തവരാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അവരവരുടെ വീട്ടിൽ തന്നെ ഉള്ളവർ മുതിർന്നവരുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചും കേൾപ്പിച്ചും കൊടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പം ഭഗവാൻ ഇഷ്ടം വരും. മറ്റുള്ളവരുടെ കൊടുത്തില്ലേ നമ്മൾ സ്വാർത്ഥമതികളായി പോകും. അവരവർ തന്നെ ഇതിനെപ്പറ്റി അറിഞ്ഞ് ആനന്ദിച്ചാൽ പോരാ, അത് മറ്റുള്ളവരും കൂടെ അത് നുകരണം ആ അമൃത്. അതുകൊണ്ട് എന്ത് വേണം? ഈ സർവ്വമോഹനകരം ഇത് കേൾക്കുകയും വേണം, അത് കേൾപ്പിക്കുകയും വേണം, മറ്റുള്ളവർ കൊടുക്കുകയും വേണം. സർവ്വസംഘങ്ങൾ ഒഴിച്ച് എല്ലാ ഈ ദുഃഖങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് വേണം നമ്മൾ എന്ത് വേണം? ആത്മനെ ചിന്തിക്കാൻ. മറ്റ് ചിന്തകൾ, ഈ ലോക ചിന്തകൾ പോകാതെ പരമാത്മാവിൻ്റെ കഥകൾ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധ അതിൽ തന്നെ ആകണം. മറ്റ് ലോക ചിന്തയിലേക്ക് പോകാതിരിക്കാനാണ് സംഘങ്ങൾ ഒഴിക്കുക എന്ന് പറയുന്നത്. സർവസംഘങ്ങൾ ഒഴിച്ച് ആത്മനെ ചിന്തിക്കുകയും സർവദാ ചെയ്യുന്നവർ ഏവർ ഇഹലോകേ സർവഭോഗാനുഭവ സൗഖ്യ സൗഭാഗ്യങ്ങളും സർവദാ ആനന്ദം ലഭിച്ച ആയുരാവധു. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് എന്ത് വരും? സർവസംഘങ്ങളെല്ലാം ഒഴിച്ചിട്ട് വേണം ഭഗവാന്റെ കഥകൾ ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്യാൻ. അപ്പോഴെന്ത് വരും? അങ്ങനെ ചെയ്യുന്നവരേവർ ഇഹലോകേ, ഈ ലോകത്തിൽ സർവഭോഗ അനുഭവങ്ങൾ, നമുക്കിവിടെ എന്തെല്ലാം സുഖസാധനങ്ങൾ നമുക്ക് വേണം ഈ ലോകത്തിൽ, അതൊന്നും ഭഗവാൻ മാറ്റി നിർത്തത്തില്ല. നമ്മുടെ മനസ്സിൽ നിന്ന് അല്പനേരം ഭഗവാനെ പ്രാർത്ഥിക്കുമ്പം സംഘങ്ങളൊന്ന് ഒഴിച്ചു വയ്ക്കാമെങ്കിൽ ഭഗവാൻ ഇഷ്ടമാണ്. അപ്പോൾ ഭഗവാനെ മാത്രമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ ഇഷ്ടം വരുന്നത്. ഭഗവാന്റെ നാമം വായിക്കൂടെ രാമകൃഷ്ണ എന്ന് പറയുകയും ചെയ്യും. എൻ്റെ കുഞ്ഞു ഉറങ്ങിയോ, ചോറ് കൊടുത്തോ, അടുപ്പിൽ അരിക്ക് തീയുണ്ടോ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഭഗവാനെ ചിന്തിക്കുന്നില്ലെന്നല്ലേ? അപ്പോൾ ഈശ്വരൻ ഇഷ്ടപ്പെടുമോ? നമുക്ക് ഈ ലോകത്തിലെ സർവ്വകാര്യങ്ങളും അല്പസമയത്തേക്ക് അല്ലെങ്കിൽ നേരത്തെ കൂട്ടി ഇതൊക്കെ ഒതുക്കി വച്ചിട്ടായാലും മതി. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഭഗവാൻ തന്നെ മതി. അതാണ് ഈശ്വരന് ഇഷ്ടം. കാരണം മറ്റൊരു ചിന്ത പോകുമ്പോൾ ഭഗവാൻ ചിന്തിക്കുന്നതാ, എന്നെക്കാൾ ഉപരി അവർക്ക് ഈ ലോക ചിന്തയാണ് ഇഷ്ടം. എന്നാൽ അതുകൊണ്ട് നടക്കട്ടെ, ഭഗവാന്റെ പാട്ടിനങ്ങ് പോകും, കേൾക്കാൻ നിൽക്കത്തില്ല. നമ്മൾ വെറുതെ കൃഷ്ണ ഗോവിന്ദ രാമ എന്നൊക്കെ പറയാവുന്നേ ഉള്ളൂ, അഞ്ജന ശ്രീധര എന്നൊക്കെ പറഞ്ഞ് നാമം ചൊല്ലാന്നേ ഉള്ളൂ, ഒരു രക്ഷയില്ല. നമ്മൾ ആ സമയമെങ്കിലും ഭഗവാനിലൊന്ന് അർപ്പിച്ചിരിക്കൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സർവ്വഭോഗ അനുഭവങ്ങളും സൗഖ്യ സൗഭാഗ്യങ്ങളും ഭഗവാൻ ഈ ലോകത്തുള്ള എന്തൊക്കെ സുഖ സൗകര്യങ്ങളുണ്ടോ അത് മൊത്തവും നമുക്ക് കിട്ടും. സർവ്വത ആനന്ദവും ലഭിച്ച ആയുരാവധവും നമുക്ക് ആയുസ് എവിടം വരെ ഉണ്ടോ അപ്പോഴെല്ലാം ആനന്ദം ലഭിച്ചിട്ട് ആയുസ് തീരുമ്പോൾ കർമ്മ സർവ്വ മുക്തിയും വരും. നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം മുക്തി ഉണ്ടാവും. നമ്മൾ ഈ ലോകത്തിൽ, കാരണം എന്താ? ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ സംഘങ്ങൾ ഒഴിച്ചു വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഭഗവാൻ നമുക്കൊരു വഴി തെളിച്ച് വരും. മറ്റ് ജോലികൾ ചെയ്യുമ്പം ഈശ്വരാർപ്പണമായി ചെയ്യാനുള്ള നമ്മുടെ ഭക്തി വർദ്ധിക്കുമ്പോൾ ഭഗവാൻ അതിന് നമുക്ക് ചേർന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമുക്കൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, നമുക്കൊന്നും അറിവില്ല ഭഗവാൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരും. അപ്പോൾ എന്ത് വരും? കർമ്മ സർവ്വ മുക്തിയും വരും. നമ്മൾ കർമ്മങ്ങൾ ചെയ്യും, പക്ഷേ നമുക്ക് വാസന ഉണ്ടാകത്തില്ല. അടുത്ത ജന്മത്തിലേക്ക് ജനിക്കാനുള്ള ഒരു വാസന വേണ്ടെങ്കിൽ, നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഇനിയും 10 ജന്മം ജനിക്കണം ഭഗവാൻ എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഇച്ഛ എങ്ങനെയാണ് അതുപോലെ തന്നെ. അഥവാ നമുക്ക് ദൈവമേ എനിക്ക് ഭഗവാൻ്റെ ഒക്കെ പോയാൽ മതി, എനിക്ക് വിഷ്ണുലോകത്ത് പോയിരുന്ന് ഭഗവാനോടൊപ്പം അവിടെ ദേവന്മാരോ അല്ലെങ്കിൽ ആരോ ഒക്കെ ആയിക്കോട്ടെ, സ്വർഗ്ഗലോകത്ത് പോകുന്നത് ശരിയല്ല. സ്വർഗ്ഗലോകത്ത് പോയാൽ വീണ്ടും നമുക്ക് തിരിച്ചു വരാം. അവിടെ നിന്ന് കുറേ സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഇവിടെ തന്നെ കർമ്മങ്ങൾ ചെയ്യണം. എല്ലാവരും വിചാരിക്കുന്ന സ്വർഗ്ഗം ഏതാണ്ടാണെന്ന്, അതൊന്നുമല്ല. ഭഗവാനിൽ ലയിച്ച് ആ ലയം ആനന്ദാനുഭൂതി അനുഭവിച്ച് മൂലത്തിൽ ചെന്ന് ചേരുക, പരമാത്മാവിൽ ലയിക്കുക, അതാണ് ആനന്ദം. അപ്പോൾ അവിടെ സർവ്വതാനന്ദം ലഭിച്ച ആയുരാവധവും കർമ്മ സർവ്വ മുക്തിയും വന്ന് ഭഗവത് പദാംബുജം, അതാണ് ഭഗവാന്റെ പാദാംബുജത്തിലാണ് നമ്മൾ ചേരേണ്ടത്, സ്വർഗത്തിലല്ല. സ്വർഗത്തിൽ ദേവന്മാർ അവരൊക്കെ എന്താ അവിടെ കിടന്ന് ഇങ്ങനെ സന്തോഷിച്ച് ആർത്തുല്ലസിച്ച് രംഭ തിലോത്തമ നർത്തകിമാരുടെ ഡാൻസൊക്കെ കണ്ടിങ്ങനെ സുഖിച്ചിരിക്കുന്നത്, അത് വേറൊരവസ്ഥയാണ്. അത് വേണ്ടെന്നല്ല, അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും പോകാം. ഏതാന്ന് വെച്ചാൽ അതൊക്കെ തന്നെ പോകാം. നമ്മുടെ മനസ്സ് പോലെയാണ് മംഗല്യം. നമുക്ക് എന്താണ് ആഗ്രഹങ്ങൾ അതുപോലെ. എനിക്ക് അങ്ങനെ പോയി സ്വർഗ്ഗത്ത് പോയി സുഖിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ദേവന്മാരുടെ ചെന്ന് നമുക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ നടത്തി നമ്മുടെ പുണ്യം തീരുമ്പോൾ തിരിച്ച് നമുക്ക് വീണ്ടും ഇവിടെ വരാം, ഭൂമിയിൽ വന്ന് വീണ്ടും വേണ്ടുന്നതൊക്കെ ചെയ്യാം, അതേ ഉള്ളൂ. പക്ഷേ പരമാത്മാവിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വരും? അതാണ് മുക്തി. അപ്പോൾ നമ്മൾ എന്ത് വരും? ഭഗവാൻ തന്നെ ആനന്ദം ലഭിച്ച് ആയുരാവധവും നമ്മുടെ അവസാനം, നമ്മുടെ ജീവിതാവസാനം വരുമ്പോൾ കർമ്മ സർവ്വ മുക്തിയും വന്ന് ഭഗവത് പദാംബുജം സർവമംഗലപ്രദം സാധിക്കും അസന്നിഗ്ധം. ഒരു സംശയം വേണ്ട, പരമാത്മാവിൽ ലയിച്ച് സർവമുക്തി ഉണ്ടാകും.
അതിന് പ്രാണായാമം ഒന്നും വേണ്ട, ഭക്തി മാത്രം മതി. ഭക്തിയോഗം അത്രമാത്രം പരമാത്മാവിൽ ലയിക്കുന്ന ഒരു ആനന്ദ നിർവൃതിയാണ്. അതാണ് അത്. ഇപ്പം പ്രാണായാമത്തിൽ കൂടെ ആയാലും എല്ലാം ഓരോരുത്തർക്കും ഓരോ രീതി എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും പഠിക്കാത്ത യോഗാഭ്യാസികളൊന്നും അല്ലാത്തവർക്കൊക്കെ ഭഗവാനിൽ ഭക്തിയും ധ്യാനവും അപ്പോൾ ആനന്ദവും അതിൽ തന്നെ നമ്മൾക്ക് കണ്ണുനീരൊഴുകി ലയിച്ച് ഭഗവാനിൽ ആനന്ദം പ്രാപിച്ച് അങ്ങനെ ഒരു ധ്യാനവും എല്ലാം ഉണ്ട് അതിനകത്ത്. ആത്മാവിൽ നിറയുന്നതും ആ ധ്യാനം. അപ്പോൾ നമ്മൾ ആനന്ദം അനുഭവിക്കുമ്പോൾ നമ്മൾ കണ്ണുനീരിങ്ങനെ ഒഴുകുകയും ഗൽഗതം ഉണ്ടാകുകയും അത് പോകെ പോകെ പിന്നെ ഈശ്വരനായി മാറി, അഹം ബ്രഹ്മാസ്മിയായി മാറി ഈശ്വരനെ ലയിച്ച് ഭഗവാനായിട്ട് അങ്ങ് മാറുകയാണ്. അത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വരാം. അതല്ല എത്ര ജന്മം ജനിച്ചാലും ഈ ഭൂമിയിലെ ആഗ്രഹമാണ് എങ്കിൽ അങ്ങനെ വരാം. എന്ത് വേണേലും നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം പോലാണ്. അതുകൊണ്ട് സർവമംഗലപ്രദം സാധിക്കും അസന്നിഗ്ധം. നമുക്ക് എന്താണ് നമുക്ക് മംഗലപ്രദം, നമുക്ക് എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ, അതുപോലെ സർവം ഈ വണ്ണം പറഞ്ഞാത്മചേതസി ചേർന്നു സർവദാ ശൈശരുളിടിനാൾ കിളിപ്പെണ്ണും. സർവം ഈ വണ്ണം പറഞ്ഞ് ആത്മചേതസി ചേരണം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ പരമാത്മാവായിരിക്കുന്ന ആ ആനന്ദ നിർവൃതിയിൽ പരബ്രഹ്മത്തിൽ ചേതസി നമ്മുടെ മനസ്സ് എന്താണ്? ഇന്ദ്രിയം, പഞ്ച ഇന്ദ്രിയങ്ങളെ ഹനിക്കുക, വധിക്കുക, ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി അതിന് അതിൻ്റെ പിന്നെ കാലും കൈയും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം അകത്ത് വലിച്ച ഒരു തോട് മാത്രമേ കാണൂ. അതുപോലെ നമ്മളെ ഇന്ദ്രിയങ്ങളെല്ലാം അകത്തേക്ക് വലിക്കണം, ആഗ്രഹങ്ങളുടെ പുറകെ പോകാതെ. എന്നിട്ട് മനസ്സാകുന്ന ഇന്ദ്രിയത്തിനെയാണ് കടിഞ്ഞാണെന്ന് പറഞ്ഞാൽ എന്താണ്? കുതിര. നമ്മളെ മനസ്സിനെ കുതിര പോലെയാണ് അത് ഉപമിച്ചേക്കുന്നത്. ഈ കുതിരയ്ക്ക് കടിഞ്ഞാണിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക, വധിക്കുക, കൊല്ലുക. അപ്പോൾ നമ്മൾ പറയുന്നിടത്ത് തന്നെ നിൽക്കും. നമ്മുടെ ഉള്ളിൽ അവിടെ ഇരിയെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. ഒരു ഒന്നിലേക്കും വേണ്ടാത്തടത്തേക്ക് ആ മനസ്സിനെ പോകാത്തതായി നമ്മൾ ഹനിച്ച് വയ്ക്കണം. അതാണ് യാഗം എന്ന് പറയുന്നത്. എല്ലാവരും വിചാരിക്കുക അശ്വമേധ യാഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അശ്വത്തിനെ വധിക്കുക എന്നൊക്കെ അറിവില്ലാത്തവർ പണ്ട് ചെയ്തതാണ്. അത് അശ്വമേധ യാഗം എന്ന് വെച്ചാൽ നമ്മൾ ഈ മനസ്സാകുന്ന അശ്വം, ഇന്ദ്രിയം, മനസ്സാകുന്ന ആ ഇന്ദ്രിയമാണ് ഇവിടെ അശ്വമായിട്ട് പറയുന്നത്. ആ അശ്വത്തിനെ വധിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ ഹനിക്കുക, വധിക്കുക. അത് പരമാത്മാവിൽ ലയിക്കാൻ നമ്മുടെ മനസ്സിനെ വധിച്ചേ പറ്റൂ. കടിഞ്ഞാണിടുക, കുതിരയ്ക്ക് കടിഞ്ഞാണിടുക എന്നും പറയും, അശ്വമേധ യാഗം എന്നും പറയും. അവിടെ മനസ്സിനെ വധിക്കുന്നതിനാണ് അശ്വമേധ യാഗം. അതിന് അറിവില്ലായ്മ കൊണ്ട് പണ്ടൊക്കെ ഇങ്ങനെ അശ്വത്തിനെ വധിച്ച് യാഗം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കതിനെപ്പറ്റി അറിയത്തില്ല, പറയുന്നാൽ എനിക്ക് തോന്നുന്നത് അത് പശുയാഗം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. മാനസ പശു, നമ്മുടെ മനസ്സാകുന്ന പശു, അതൊക്കെ ഉപമിച്ചേക്കുന്ന കുതിരയെന്നും പശു എന്നൊക്കെയാണ്. സത്യത്തിൽ ഇവർ അറിയില്ലായ്മ കൊണ്ട് കുരുതി കൊടുക്കുന്നു അശ്വത്തിനെയും കുതിരയെയും പശുവിനെയൊക്കെ. സത്യത്തിൽ അത് അറിവുള്ള മഹാത്മാക്കൾക്ക് അറിയാം അത് തെറ്റാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ പോകെ അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ എല്ലാവരും ഒക്കെ മതിയാക്കി കുരുതിയൊക്കെ. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെയാണ് ഇവിടെ ഈ അശ്വം, കുതിര എന്ന് പറയുന്നത്. മനസ്സിനെ വധിച്ചിടണം, കൊന്നിടണം. മനസ്സിനെ വധിച്ചെങ്കിൽ മാത്രമേ, മനസ്സ് ചത്താൽ നമുക്ക് മോക്ഷം കിട്ടും. മനസ്സ് ഗമിച്ചാലോ നമുക്ക് ബന്ധനം, ഈ ലോകത്തിൻ്റെ ബന്ധനം, ദുരിതങ്ങളാണ്. അതുകൊണ്ട് മനസ്സിനെ വധിക്കുക, മനസ്സിനെ കൊല്ലുക, അതാണ് അശ്വമേധ യാഗം എന്ന് പറയുന്നത്. മനസ്സിനെ കൊന്നിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൈവല്യത്തിൽ പോകാം. മനസ്സാണ് നമ്മളെ കൈവല്യത്തിലേക്ക് പോക്കാതാക്കുന്നത്. കാരണം ഇന്ദ്രിയങ്ങളുടെ പുറകേ നമ്മൾ മറ്റുള്ള വിഷയങ്ങളിലേക്ക്, ഈ ലോകത്തിലേക്ക് കഴിഞ്ഞു പോകുന്ന മൊത്തം മനസ്സുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ മനസ്സിനെ അങ്ങ് കൊല്ലുക എന്ന് പറയുന്നത്. അതിന് അറിവില്ലാത്തവരാണ് പശുയാഗമെന്നും അശ്വയാഗം എന്നൊക്കെ പറയുന്നത്. സർവം ഈ വണ്ണം പറഞ്ഞ് ആത്മചേതസ് ചേർന്ന് സർവദാ ശയിച്ച് അരുളിനാൾ കിളിപ്പെണ്ണം. നമുക്ക് ഇത്രയും മക്കൾക്ക് മനസ്സിലായെങ്കിൽ മക്കൾ കമൻസ് ഇടുക. ഇങ്ങനെയൊക്കെ തന്നെയാണോ അമ്മ പറഞ്ഞത്, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഞാനും പഠിക്കുന്നു, മക്കളെയും പഠിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് അംഗീകരിക്കുന്ന മക്കൾ കമൻസ് ഇട്ട് എന്നെ മനസ്സിലാക്കിക്കുക. ഞാനത് ഭഗവാൻ അർപ്പിക്കാം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.